അരുൺ സോളമൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഋഷിമംഗലത്ത് നിന്നാണ് അരുൺ സോളമൻ ചേരുന്നത്. അരുൺ സോളമൻ, ഇപ്പോൾ ഋഷിമംഗലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചോ തൽക്കാലം? അരുൺ, എന്തായാലും ഇന്ന് രാവിലെ ഋഷിമംഗലത്ത് 1 മണിക്കൂർ വെള്ളം വന്നു എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ 19-ാം തീയതിയാണ് അവസാനം ഋഷിമംഗലത്തെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളം 6 ദിവസമായി തുടർച്ചയായി വെള്ളം ഇല്ല എന്നുള്ളത്. ഇന്ന് ഈ മാസം അവസാനത്തെ ദിവസമാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ മാസം ഈ 30-ാം തീയതിക്ക് മുമ്പ് ഋഷിമംഗലത്തെ ഈ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കുമെന്നുള്ള ഇതായിരുന്നു ശരിക്കും ഈ വാർഡ് കൗൺസിലായിട്ടുള്ള ഗായത്രി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ യോഗം കൂടി തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ദൃശ്യങ്ങളിൽ കാണുന്ന ദൃശ്യം അരുൺ ഓർമ്മ കാണും. നമ്മൾ അവസാനം കഴിഞ്ഞ 19-ാം തീയതി ഇവിടെ വരുമ്പോഴും ഈ റോഡിൽ ഈ കുഴിയുണ്ടായിരുന്നു. എഫ് ലൈനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് എഫ് ലൈൻ. എഫ് ലൈനിലെ പുതിയ ലൈനായിരുന്നു ഇത്. എന്നാൽ ഇതിൽ ഇതുവരെയും വെള്ളം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യോഗത്തിൽ വാട്ടർ അതോറിറ്റി അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ടുള്ള യോഗമായിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും തീരുമാനമെടുത്തിരുന്നത് ഈ പ്രദേശത്ത് ഒരു ബൂസ്റ്റർ പമ്പോ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ലൈനോ സ്ഥാപിക്കുമെന്നുള്ള വിവരമായിരുന്നു റെസിഡൻഷ്യലിലുള്ള ഭാരവാഹികൾക്ക് മുന്നിൽ ഈ കൗൺസിലർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് ഈ മാസം 30-ന് മുന്നേ പരിഹരിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വഞ്ചൂർ ഈ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കുടിവെള്ള പ്രശ്നം ഉണ്ടായത്. കാലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് GPO, അതുപോലെ തന്നെ പുളിമൂട് GPO ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ, അതുപോലെ ഋഷിമംഗലം ഈ പ്രദേശങ്ങളിലൊക്കെയും ഈ കുടിവെള്ള പ്രശ്നമുണ്ട്. ഇത് ഈ മാസം തുടക്കത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഈ വിഷയം പൊതുജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്തിച്ചത്. എന്തായാലും ഈ പ്രദേശത്ത് പ്രായമുള്ള ഒരുപാട് ആൾക്കാർ, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഇവിടെ താമസിക്കുന്നത്. കുട്ടികളടക്കമുള്ളവരുണ്ട്. പക്ഷേ ഈ മാസത്തിൽ 4 തവണ വെള്ളം വന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിഞ്ഞിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഈ മനുഷ്യന് വെള്ളം കിട്ടാതെ കഴിയുന്ന സമയത്ത് നമ്മുടെ MP MLA ഒന്നും കാണാനില്ല. MP ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്ന കാര്യത്തിന് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ? മാത്രമല്ല, ഈ തീരപ്രദേശത്തെ വോട്ടൊക്കെ നേടിയല്ലേ നിങ്ങളിൽ പലരും വിജയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം തീരപ്രദേശത്തുള്ള, വിഴിഞ്ഞത്തുള്ള, ഋഷിമംഗലത്തുള്ള മനുഷ്യരെയൊക്കെ പോയി കാണുക, അവരെ സോപ്പിട്ട് വോട്ട് ചാക്കിലാക്കുക, പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്ന നില ഉണ്ടാവരുത്. നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. MLAയും പഞ്ചായത്ത് മെമ്പറെയും ഒന്നും ഇവിടെ ഇങ്ങോട്ട് കാണുന്നില്ല, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നു. സർക്കാരിനെതിരെയും അവർ വളരെ രൂക്ഷ വിമർശനമാണ്. പാവപ്പെട്ട അമ്മച്ചിമാരുടെ അച്ഛന്മാരുടെ ഒന്നും ശാപം ഏറ്റുവാങ്ങി വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവർക്ക് ശുദ്ധജലം കുടിച്ച് കഴിയാനുള്ളൊരു സാഹചര്യമെങ്കിലും സർക്കാർ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഋഷിമംഗലത്തും വിഴിഞ്ഞത്തും കൊട്ടപ്പുറത്തും ഒക്കെ ഗുരുതരമായ സാഹചര്യമാണെന്ന് അഞ്ജന അനിൽകുമാറും അരുൺ സോളമനും റിപ്പോർട്ട് ചെയ്യുന്നു. എന്തരപ്പി ഇത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കാലമായിട്ട് ഈ സർക്കാരിനോട് ഇതൊക്കെ പറയുന്നു. ഇത് ആര് കേൾക്കാൻ അല്ലേ? ആരറിയാൻ, ആര് കേൾക്കാൻ? ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടോ എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുന്നത് ഇതുകൊണ്ടാണ്. ചുമ്മാ അതല്ല ഇന്നലെ PV അൻവർ ചന്തക്കുന്ന് വിളിച്ചു പറഞ്ഞത് അല്ലേ? ഇവിടുത്തെ ഏത് വകുപ്പിൽ പോയാലും ഇതൊക്കെ തന്നെയാണോ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അത് ജലവകുപ്പ് രൂക്ഷമായ ഈ വീഴ്ച പലയിടങ്ങളിലും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീഴ്ച സംബന്ധിച്ച മാത്രം പോരാ, അത് പരിഹരിക്കാനുള്ള അവസ്ഥ കൂടി ഉണ്ടാവണം. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ആ വിഷയത്തിൽ ഇടപെടണം. ഒരു പ്രദേശത്തെ 150 കുടുംബങ്ങളുടെ വിഷയമാണ്. അത് എണ്ണം കുറവാണെന്ന് കരുതി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും അതും വിഴിഞ്ഞം പോലൊരു സ്ഥലത്താണ് അല്ലേ? വലിയ വലിയ പോർട്ടുകളൊക്കെ വരുന്നു, കുടിക്കാനില്ല വെള്ളം. അതാണ് അവസ്ഥ.